എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ മിന്നൂസിൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഇപ്പോൾ ഒരു ദിവസമായി. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം മിന്നൂസ് ഇത്തിരി ഉഷാറായപ്പോൾ ഏറ്റവും നടന്നു തുടങ്ങി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാനും. അപ്പോൾ ആ വീഡിയോയിലേക്ക് കിടക്കട്ടെ നമുക്ക്. അപ്പോൾ അങ്ങനെ മിന്നൂസൊക്കെ ഉഷാറായി. അപ്പോൾ ആളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു തുടങ്ങിയിട്ട് സോക്സൊക്കെ അമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ടാവുള്ള. പിന്നെ കഞ്ഞി കുടിച്ചു, ഗുളിയൊക്കെ കഴിച്ചു. ഇനി തിങ്കളാഴ്ചയാണ് ഡോക്ടറെ കാണിക്കേണ്ടത് കേട്ടോ, എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന ഉണക്കായിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് തിങ്കളാഴ്ച ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ വെച്ചിട്ട് ആൾ ഇരിക്കണത്. ആൾ ഉഷാറായപ്പോൾ അതാണ് ആദ്യം നോക്കണത്. അത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ആൾ. അപ്പോൾ അത് നോക്കാനും അത് കാണിച്ചു തരാനും കൂടിയാണ്. അപ്പോൾ ആൾ ഉഷാറായതും പിന്നെ ആളുടെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് കാണിച്ചു തരാനും കൂടിയാണ് ഈ വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ ആൾക്ക് ആദ്യമായിട്ട് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ അത്. ഇത് ഷാരിഫ് ജോലിനോടത്തെ ഡോക്ടർ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഗിഫ്റ്റ്. അപ്പോൾ ഇത് കുറേ ദിവസമായി കിട്ടിയിട്ട്. ഇപ്പോൾ ആശുപത്രിയിലും കാര്യങ്ങളും പിന്നെ പനിയൊക്കെ ആയിട്ട് നടക്കുന്ന കാരണം പിന്നെ ഒന്നും നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഇപ്പോഴാണ് ഉഷാറ് വന്നപ്പോഴാണ് ആൾക്ക് ഇതൊന്ന് നോക്കിയാലോ വെച്ചാന്ന് ചോദിച്ചത്. അപ്പോൾ നിങ്ങളെ കാണിക്കാനും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ആ അപ്പോൾ ഗിഫ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. ആള് ഉഷാറായിട്ടുണ്ട്. ആളെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളി കഴിഞ്ഞ് നല്ല രീതിയിൽ ഇപ്പോൾ നടന്നൊക്കെ തുടങ്ങി. പക്ഷെ തിങ്കളാഴ്ച കഴിയുമ്പോഴാണ് എത്ര ദിവസം ഇനിയിപ്പോൾ എന്നാ സ്കൂളിലേക്ക് പോകാൻ പറ്റാമെന്ന് അറിയുള്ളൂ. സ്കൂളിലേക്ക് ഈ ആഴ്ച എന്തായാലും വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം കേട്ടോ. നമുക്ക് ഈ ഗിഫ്റ്റിൽ എന്തിട്ടുള്ള കുട്ടിക്ക് വളരെ സന്തോഷമായിട്ടാണ് ഇരിക്കണത്. ഗിഫ്റ്റ് കിട്ടിയിട്ട് കുറേ ദിവസമായി പൊട്ടി. അപ്പോൾ അതിനുള്ളിൽ അസുഖങ്ങളൊക്കെ വന്നു ന്യൂസ് തുറക്കാൻ പോകണം കേട്ടോ. അത് തുറന്ന് നമ്മൾ എന്തൊക്കെയുണ്ടെന്ന് അറിയാം നമുക്ക് അതിൽ. ഗെയിം തന്നെ, അത് ഗെയിമാണ്. ആള് കുറച്ച് പടം വരെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാധാരണ കുട്ടികൾക്ക് സാധാ ക്രയോൺ 12 എണ്ണം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കളേഴ്സ്. ഇത് പേന, ഇത് പെൻസിലാണ്. ഇത് കണ്ട് ഇതിന്റെ ബാക്കിൽ ഒരു റബ്ബറുണ്ട്. അത് പിടിച്ചമർത്തിയ ഇതിൻ്റെ ഉള്ളിൽ ഒരു മൊന വരും. അതുകൊണ്ട് എഴുതിയ പെൻസിൽ ഔഷധി. അപ്പൊ ഒരു പെൻസില്, പിന്നെയും കളർ പേനകള് എന്താ റെഡ്, പച്ച, നീല, ചുവപ്പ് അങ്ങനെയൊക്കെ. പിന്നെ ഒരു ബുക്ക്, ഡ്രോയിങ്ങും ഇത് കളർ ചെയ്ത് വായിക്കാനും ഡ്രോയിങ്ങും ഗെയിംസും. ഗെയിം കളിക്കണതാ. പിന്നെ ഇത് കളർ ചെയ്യാനൊക്കെ ഉള്ളത്, ഇത് വായിക്കാനും. ഇത് ഗെയിം ബുക്കാണ് കേട്ടോ. പിന്നെ ഡ്രോയിങ്ങിന്റെ ഇത് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഗെയിമുകൾ കളി. ഇതിലില്ലാത്തതില്ലേ ഇതിലിങ്ങനെ വരച്ചിടണം, ഇല്ലാത്തത് വരച്ചിടണം. അപ്പോൾ ഇത് അടിപൊളി ഗിഫ്റ്റ് ആയിട്ട് കേട്ടോ. മിന്നൂസിന് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ പൂമ്പാച്ചില്ലല്ലോ, അങ്ങനെ നോക്കി ഇത്രയ്ക്കാണ് ഇതിലുള്ളത്. പിന്നെ ഇങ്ങനെ നമുക്ക് പഠിക്കാനുണ്ടാവും 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ. ഇതിങ്ങനെ വരച്ച് ടീച്ചർമാര് പറഞ്ഞത് വരച്ച് ചോദിപ്പിക്കുക. ഇവിടെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇല്ലേ 4ാം ക്ലാസ്സുകാർക്ക് ഞങ്ങൾക്ക് പഠിക്കാണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഒരക്ഷരങ്ങള്. മിന്നൂസിന് ഇഷ്ടമായില്ലേ ഇത് ഈ ഗിഫ്റ്റ്? കുറേ ദിവസമായി ആള് ഇത് നോക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ അസുഖങ്ങളൊക്കെ വിട്ടു. പിന്നെ ശബരിമലയ്ക്ക് പോക്ക് ഒക്കെ ഇപ്പോൾ കമന്റ് അയക്കാന്നാണ് പറയണത് കുട്ടി. അത് ഇത്രയും സാധനങ്ങളാണ് കുട്ടിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. കുട്ടിക്ക് പടം വരയ്ക്കാനും
പിന്നെ ഒരു ബോക്സ്, set ആണ്. പേന എഴുതാൻ, പിന്നെ ഒരു ക്രയോണുകളൊക്കെ സെറ്റാണ്, ഉണ്ട്. 8 സാധനങ്ങളൊക്കെ ആ. ഉണ്ട്. അപ്പോൾ നമ്മുടെ ഷാലൂസിന് ജോലി ചെയ്യുന്നിടത്ത് ഡോക്ടർ കൊടുത്താണ് കേട്ടോ. അപ്പോൾ കുട്ടീനെ പിറന്നാളിന് കൊടുത്താണ്. അപ്പോൾ ഞങ്ങൾ പിറന്നാളിൻ്റെ അന്ന് ശബരിമലയിലാണെന്ന് അറിയായിരുന്നല്ലോ. അപ്പോൾ ശബരിമലയ്ക്ക് പോയി വന്നിട്ടാണ് കൊടുത്തത് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇത് ഓയിൽ പാസ്റ്റ്. ഇതെല്ലാവർക്കും ഉപയോഗപ്പെടും. കുട്ടികൾ കളിക്കാൻ പറ്റും, ഡ്രോയിങ് ചെയ്യാൻ പറ്റും. പിന്നെ വലിയവർക്കില്ലേ ഒരു നല്ല നല്ല ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കില്ലേ, ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ പ്രകാശിച്ചിരുന്നതൊക്കെ അത് വരയ്ക്കാൻ. ഓയിൽ പാസ്റ്റും ഉണ്ട്, ഓയിൽ പെയിന്റും ഉണ്ട്. ഇത് പാസ്റ്റാ. അപ്പോൾ ഗിഫ്റ്റൊക്കെ ആൾ തുറന്നു, ആൾക്ക് ഇഷ്ടപ്പെട്ടു. ഇനി വേദന ഉണ്ടോ വയറുമൊക്കെ? വയറിപ്പോ കുറഞ്ഞു. വേദന ഒന്നും ഇപ്പൊ ചെറിയൊരു വേദന ഉള്ളു, അതാണ് ഇപ്പൊ ഏറ്റ്. കുഴപ്പമില്ല. ഈ കിടക്കില്ലേ, കിടക്കുമ്പോ സ്റ്റിച്ച് വലിയുമ്പോഴാണ് കുട്ടിക്ക് വേദന കേട്ടാ. നടക്കുമ്പോ ഒന്നും കുഴപ്പമില്ല. അപ്പൊ ശരിക്കും തല പൊന്തിയപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ. ഇന്നാണ് കുളിച്ചത് കേട്ടാ. ആ മുന്നിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കണ്ടപ്പോൾ ആൾ ഇപ്പോഴാണ് നോക്കണത്. അത് അന്നൊരു കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് നോക്കാൻ പറ്റിയില്ല, പിന്നെ വയ്യാണ്ടിരിക്കുന്നത്, അപ്പൊ അന്ന് എടുത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ആദ്യമായിട്ട് എനിക്ക് അമ്മേരെ ഹോസ്പിറ്റൽ ഡോക്ടറിന് തന്നു. വളരെ സന്തോഷമായി. അപ്പൊ എനിക്ക് വീഡിയോ ഇഷ്ടായില്ലേ? ഇഷ്ടായെങ്കിൽ കമന്റും ലൈക്കും ബെല്ലൈക്കും ഒക്കെ ചെയ്യുക. ചെയ്യണം. ചെയ്യരുതെന്ന് ഞാൻ പറയില്ലേ, ചെയ്യണം.